ഇന്ന് ശരിക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് CAA വിജ്ഞാപനം ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യാനെത്തി. 2019 ലോക്സഭ രാജ്യസഭയൊക്കെ ഈ ബില്ല് പാസ്സാക്കുന്നത്. എന്നിട്ട് നീണ്ട 2024 വരെ അവർ ഈ ബില്ല് നീട്ടിവെച്ചു. ഈ ഇലക്ഷന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് CAA വിജ്ഞാപനം പുറത്തിറക്കി. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇലക്ഷനിൽ അവർക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി മാത്രമാണ് ഇത്. അപ്പം നമ്മൾ ഫാസിസത്തിനെതിരെ ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ വോട്ടർമാരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇഷ്യൂ ഈ സമയത്ത് നാട്ടിൽ ഉത്തരേന്ത്യ ഭാഗത്തൊക്കെ മാക്സിമം ചർച്ച ആവുന്ന കോലത്തിലേക്ക് എത്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നിയമപരമായിട്ട് നേരിടാൻ പറ്റുന്ന പോലെ നേരിടുക, അതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അഭിപ്രായമുള്ള പലരും ഉണ്ടാവും കേട്ടോ. ഈ വിഷയത്തെ കുറിച്ചിട്ട് പല ആളുകളും നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. രാജ്യത്തെ വർഗീയമായിട്ട് വിഭജിക്കാൻ അനുവദിക്കില്ല എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് PD സതീശൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് BJPയുടെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. ജാതി മതാടിസ്ഥാനത്തിൽ പൗരത്വ നിയമം ലോകത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പറഞ്ഞൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരാ, അവരുടേത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഭരണകക്ഷിയിലെ CPMന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദമാഷ് പറഞ്ഞ വാക്കുകൂടി പറയാം. ഇതൊരു വർഗീയ അജണ്ടയാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തെ അന്യവത്കരിക്കുന്നു എന്നാണ് MV ഗോവിന്ദമാഷും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ പറഞ്ഞതാണ്. പിണറായി വിജയൻ പറഞ്ഞ് അടിവരയിട്ട് പറയുന്നു, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല. ഈ വർഗീയ വിഭജന നയത്തെ കേരളം ഒന്നിച്ച് എതിർക്കും എന്നാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വേറെ കാര്യം കൂടെ പറയാനുള്ളതേ, ഈ CAക്കെതിരെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഞങ്ങളുടെ ഒരു പുലിക്കുട്ടിയുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി ഞാനിതിൽ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അതുകൂടെ കണ്ടിട്ട് UDF MPമാർ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താം. അത് നിങ്ങൾക്ക് വിടുന്നു. Article 14 of the Constitution, sir, in the history of this house, which made tremendous loss, this is a dark day because this is the first time an enactment is coming dividing the people to Muslims and non-Muslims is a shame to the nation. Sir, I would like to say, sir, Article 14 of the Constitution, sir, equality before law, equality. അപ്പം അധികാരത്തിലിരിക്കുന്ന CPMന്റെ മന്ത്രിമാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പൗരത്വ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. അന്ന് എടുത്ത ഒരുപാട് കേസുകളുണ്ട്. അതേ സംബന്ധിച്ചിട്ട് 15ാം നിയമസഭയിൽ 5ാം സമ്മേളനത്തിൽ ശ്രീ മഞ്ഞളാംകുഴി അലി നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യത്തിനും അതിനുള്ള ഉത്തരവും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവര് ഈ പറയുന്ന വാക്കുകളോട് കുറച്ചെങ്കിലും ഒരു ആർജവം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അന്നെടുത്ത ആ പൗരത്വ പ്രക്ഷോഭത്തിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.